അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം പൂനെയിലോട്ട് വരുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സും പിന്നെ ഞങ്ങളെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ കുറച്ച് ക്ലിപ്സുമാണ് ഈ ഒരു വ്ളോഗിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ യാത്ര അല്ലെങ്കിലും ഈ ഒരു യാത്ര എനിക്ക് സ്പെഷ്യലായിരുന്നു. 11 മണിക്ക് എത്തേണ്ട ട്രെയിന് 10 മിനിറ്റ് നേരത്തെ എത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. ട്രെയിൻ നിർത്തി ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതും പെട്ടെന്ന് ഷെയ്ക്ക പ്ലാറ്റ്ഫോമിൽ ഓടി വന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഷെയ്ക്കാൻ്റെ കയ്യിൽ വലിയൊരു റോസ് ബൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ഷോക്കായത് എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ റോസ് ബൊക്കെ വന്നിട്ട് എന്നെ സ്വീകരിക്കുന്നത്. ആ ഒരു മൊമെന്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതെനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. അന്ന് അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് തന്നെ റോഡ്സിൽ ഫുള്ള് ലൈറ്റ്, മ്യൂസിക്, ആളുകൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫുള്ള് ഡീറ്റ് സെലിബ്രേഷൻ പോലെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊരു ഡിം ലൈറ്റ് ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്പൈസ് ഫാക്ടറി എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി സ്വിഗ്ഗി വഴി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ള റെഡി ആവലായിരുന്നു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ എത്തിപ്പോയി. ആ ഒരു കേക്കും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഡ്രസ്സ് ചേഞ്ച് വന്നപ്പോഴത്തേന് ഷെയ്ക്ക് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് എന്താ വെച്ചാൽ 2 ബോക്സ് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ लड़ा लूं उसके बाद लाऊंगा, पहले इश्क लड़ा लूं उसके बाद लाऊंगा, तेरे वास्ते फलक से मैं चांद लाऊंगा. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി അതെന്താവും അതിൻ്റെ ഉള്ളിൽ എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത ടൈം എത്താൻ ഒരു 10 മിനിറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എത്തേണ്ടിയിരുന്നു. പിന്നെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കിലും പെടുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വന്നിട്ട് പൊട്ടിക്കാന്നുള്ള തീരുമാനത്തിൽ കേക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആഘോഷിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ പോകുന്ന യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. അങ്ങനെ പോകുന്ന പോക്കിന് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സ്കാർഫ് ധരിക്കാറുണ്ട്. കണ്ണ് മാത്രം വിസിബിളായിട്ട് ഹെയറും ഫേസെല്ലാം കവർ ചെയ്തിട്ട് എപ്പോഴും ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെയാണ് പുറത്തിറങ്ങാറ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഇവിടുത്തെ റിലീജിയസ് കൺസെപ്റ്റ് വല്ലതും ആവുന്നതാണ്. പിന്നെയാണ് മനസ്സിലായത് അത് പൊടിയും അതുപോലെ സണ്ണിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ധരിക്കുകയാണെന്ന്. പിന്നെ അവരുടെ കംഫർട്ടും പ്രൈവസിയൊക്കെ മണലിട്ടാണ് അവർ ഇവർ ധരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ ആ ഏറ്റവും ടോപ്പിൽ സ്പൈസ് ഫാക്ടറി കഴിഞ്ഞിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടോ, അപ്പോൾ അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ ഡൈനിങ്ങും, പിന്നെ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഫ്ലോറിലുള്ളത് DJ ആണ്. അതും ഇവരുടെ തന്നെയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് DJക്ക് പോകാനാണ് പ്ലാന്. അത് ഓപ്പൺ ആണോ ഒന്നും അറിയില്ല, നമുക്ക് ചെന്നിട്ട് നോക്കിയിട്ട് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റർ ചെയ്തു. പിന്നെ പേ പാർക്കിംഗ് ആയിരുന്നു. പേ ചെയ്തിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് പോയി. ഈ സ്പൈസ് ഫാക്ടറിയിലോട്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ ബൈക്കിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്പൈസ് ഫാക്ടറി എപ്പോഴും കാണാറുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഷെയ്ക്ക ഓഫീസിൽ ടീമിൻ്റെ കൂടെ ഇതിൻ്റെ മുന്നേ ടീം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഇവിടെ. അന്ന് ഷെയ്ക്കായിരുന്നു ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ക്കാക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇത്ര കുഴപ്പമില്ലാതെ തോന്നിയോണ്ടാണ് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഇതും ബാക്കി റെസ്റ്റോറൻറ്റ് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നും അതിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ്. ഫുള്ളൊരു ഡിം ലൈറ്റ് ആംബിയൻസ് ആയിരിക്കും അവിടെ ത്രൂ ഔട്ട് ആ ഒരു ഫ്ലോറിൽ മൊത്തം ഉണ്ടാവുക. അങ്ങനെ അവിടെ പോയിട്ട് സ്വിഗ്ഗി വഴി ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആദ്യം കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്പൈസസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്.
ഇവിടെ ഓരോ ബോട്ടിലും ഓരോ സ്പൈസസ് വീതം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തം വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്പൈസസ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഡൈനിങ് ഉള്ളത്. എന്ന് പറയുന്നത് ഇതാണ്. ത്രൂഔട്ട് ഈ ഒരു ലൈറ്റേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ലൈറ്റും ആ ഒരു വാം മ്യൂസിക്കും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ. അത്രയും ആൾക്കാർ ആ ഒരു ലൈറ്റിലായിരുന്നു ഫുഡ് കഴിക്കണം കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ലൈറ്റ് ഇല്ലാതെ ഫുഡ് കഴിക്കണ സെറ്റപ്പ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കാണാൻ പറ്റില്ല, പരസ്പരം കാണാൻ പറ്റില്ല, ഫുഡ് കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ടേബിൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ കാണാത്ത കാരണം എവിടെയാണ് ഒഴിവുള്ള ടേബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ നമുക്ക് ചൂസ് ചെയ്ത് തന്നു ഒരു ടേബിൾ. അങ്ങനെ അവിടെ പോയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ് മെല്ലെ മെല്ലെ കുറയുന്ന പോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ വോളിയം കൂടുന്ന പോലെയും തോന്നി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതുകൊണ്ട് നമ്മളെ കണ്ണ് ആ ഒരു ലൈറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ആവണത്. അങ്ങനെ ടേബിളിലുണ്ടായിരുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ മെനു ഓപ്പൺ ആക്കി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഗോട്ട് മഷ്റൂം ഫോർ ചിക്കൻ ആൻഡ് ക്രീം എന്ന് പറഞ്ഞ സൂപ്പ് ഓർഡർ ചെയ്തു. അത് ഒരു ക്രീമി ടെക്സ്ചർ ആയിരുന്നു, പ്ലസ് കുറച്ച് ഷുഗറി ആയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മതിയായി. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു, സ്പൈസി ചില്ലി ചിക്കൻ, പിന്നെ ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തു. അതിനുശേഷം ഡ്രിങ്ക്സ് ആയിട്ട് ഫ്രഷ് ഫ്രൂട്ട് മഞ്ച് മോക്ടെയിൽ ഓർഡർ ചെയ്തു. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ബില്ലൊക്കെ നെറ്റി പോയത്. ഈ ഒരു 4 സാധനത്തിന് ഞങ്ങൾക്ക് ചെലവായത് വെറും 2520 രൂപ മാത്രം. പിന്നെ ആളുള്ള ആശ്വാസം എന്താണെന്ന് വെച്ചാൽ സ്വിഗ്ഗി വഴി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ 3% ഓഫ് കിട്ടി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. അപ്പൊ പിന്നെ അത്ര കുറ്റബോധമായിട്ടും തോന്നിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് ബില്ലൊക്കെ അടിച്ച് നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാണ്. അവരുടെ തന്നെ ആയിട്ടുള്ള DJ ഹാൾ ഉണ്ട് ഇതിന്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കണം ആദ്യം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ ഓപ്പൺ ആക്കൂല, കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുള്ളൂ. പിന്നെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പെണ്ണുകൾ വന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഓപ്പൺ ആക്കൂല, നിങ്ങൾ തിരിച്ചു പോക്കോളൂ, അല്ലാന്നുണ്ടെങ്കിൽ മാനേജറിനെ വിളിച്ച് ചോദിച്ചോളൂ പറഞ്ഞു. അങ്ങനെ അവരവിടെ കിടന്ന് സീൻ ഉണ്ടാക്കി അവർ മാനേജറിനെ വിളിച്ചിട്ട് സ്പോട്ടിൽ ഓപ്പൺ ആക്കിപ്പിച്ചു. അങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ ഞങ്ങൾ കയറി. സ്റ്റാർട്ടിങ്ങിൽ അവരും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ക്രൗഡ് ആവാൻ തുടങ്ങി. നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അവിടുന്ന് മടങ്ങി പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സീൻസ്. അപ്പോഴേക്കും അവിടെ നല്ല ക്രൗഡായിരുന്നു, നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പെട്ടെന്ന് മടങ്ങി. പിറ്റേന്ന് ഷെയ്ഖാക്ക് വർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. പിന്നെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് പൊട്ടിക്കലാണ്. ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ മുതൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഞാൻ ഒരുപാട് തവണ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടേയിരുന്നു. ഫുഡ് കഴിച്ചപ്പോഴും ഈവൻ ഞങ്ങൾ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഷെയ്ഖ് തന്ന ക്ലൂ വെച്ചിട്ട് എനിക്ക് അത് കണ്ടുപിടിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഇത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും എനിക്കെന്തോ അത് ഗിഫ്റ്റായിട്ട് എനിക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല.
അങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് പൊട്ടിച്ചു. അത് ഒരു ഹാർഡ് ഡിസ്ക് ആയിരുന്നു. ഏകദേശം 1 TB സ്റ്റോറേജ് വരുന്ന ഒരു ഹാർഡ് ഡിസ്ക്. ഇതെന്തുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സാധനമായിരുന്നു അത്. ഷെയ്ക്ക കണ്ടറിഞ്ഞിട്ട് എനിക്കത് വാങ്ങി തന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു ഇടയായിട്ട് എൻ്റെ ഫോണിലായാലും ലാപ്ടോപ്പിലായാലും സ്റ്റോറേജിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ. கடவுளே, உங்க சவுண்டுக்கு என்னாச்சு? A few moments later. പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് പൊട്ടിച്ചു. അത് പൊട്ടിച്ചപ്പോഴും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനുള്ളിൽ എന്താണ്. അത് കാണാൻ ഒരു ആൽബം പോലെ ആയിരുന്നു. എന്നാൽ അത്ര വെയിറ്റും ഇല്ല. അങ്ങനെ ലാസ്റ്റ് അത് പൊട്ടിച്ചപ്പോൾ ശരിക്കും ഞാൻ എത്തി. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഞങ്ങളെ മെമ്മറീസ് നിറഞ്ഞിരുന്ന കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ആൽബമായിരുന്നു അത്. സാധാരണ ഷെയ്ഖാൻ്റെ ഫോണിൽ ഞങ്ങൾ രണ്ടുമുള്ള ഫോട്ടോസ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയാതെ എത്രയും ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷം തോന്നി. ഷെയ്ഖാക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഐഡിയ കിട്ടിയതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഗിഫ്റ്റ്സ്, എനിക്ക് ഇതുവരെ കിട്ടാത്ത ഗിഫ്റ്റ്സ് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഷെയ്ഖാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാനത് ഓപ്പൺ ആക്കുമ്പോൾ എൻ്റെ മുഖത്തിലുള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ ഷെയ്ഖാൻ്റെ മുഖത്താണ് കാണാൻ പറ്റുക. കാരണം ഷെയ്ഖ് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ആൽബത്തിൻ്റെ ഉള്ളൊക്കെ അപ്പോഴാണ് കാണുന്നത്.
ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ബായ്.